ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ്. ഖലീഫ ഇനി റിലീസാകാനുള്ള പടമാണ്. അത് വൈശാഖിൻ്റെ പടം ഖലീഫ. ഒരു കിടിലൻ ഐറ്റം ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. മമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതായത് ഗസ്റ്റ് റോളാണ് മോഹൻലാൽ വന്നത്. മമ്പറക്കൽ അഹമ്മദ് അലി എന്ന ക്യാരക്ടർ. ഞാൻ പറയും, ഇത് തന്നെയാണ് ആ പടത്തിൻ്റെ എന്താ പറയുക, ഡൗൺ ആകാൻ പോകുന്നത്. കാരണം നമ്മൾ പടം ഇറങ്ങിയിട്ട് വിമർശിക്കാനാണ് ചിലവർ പറയണത്. പക്ഷേ ബബ്ബ സിനിമയിൽ ഗസ്റ്റ് റോളുണ്ട് ലാലേട്ടൻ, ഇപ്പം ഖലീഫയിലുണ്ട്, ഇനി അടുത്ത വരാൻ മോളിലുണ്ട്. അങ്ങനെ എന്തിനി അത് പൃഥ്വിരാജിന് നമ്മളാ ട്രെയിലർ കണ്ടപ്പോൾ പൃഥ്വിരാജിന് അത് ഒറ്റക്ക് പൊരുതി ഹിറ്റടിക്കാൻ പറ്റില്ലേ. ഇനി ഗസ്റ്റ് റോളിൽ ലാലേട്ടൻ മാത്രമാണ് ആ പടത്തിൻ്റെ കളക്ഷൻ കയറ്റാൻ. ഇനിയിപ്പോൾ ലാലേട്ടൻ മാത്രമാണ് ആ പടത്തിൻ്റെ കളക്ഷൻ ഒന്നും കൂടി ഇനിയിപ്പോൾ 500 കോടി തള്ളാൻ. മൊത്തം തള്ളി ഇങ്ങനെ ആയിരിക്കണേണ്. അപ്പോൾ ഇങ്ങനത്തെ ഇത് കേട്ടപ്പോൾ സംഭവമൊക്കെ കൊള്ളാം, പോസ്റ്റർ വെടിക്കെട്ട് സാധനമൊക്കെ തന്നെ. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഗമ ആക്കാണ്ടേ പറയണമല്ലോ, എന്നാലല്ലേ അതൊരു ഇത് നമുക്കൊരു ഇത് കിട്ടുള്ളൂ, പഞ്ച് കിട്ടുള്ളൂ. ഞാൻ ആദ്യമേ അതുകൊണ്ടാണ് ഇതിൻ്റെ ട്രെയിലർ റിയാക്ടിങ് ചെയ്യാനത് പടം വന്നിട്ട് നമുക്ക് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം അതിൽ കൊടുത്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോഡ് ഫാദർ രീതിയിലാണ് കൊടുത്തേക്കണത്. അതായത് അതിൽ ഇന്ദ്രൻസ് തന്നെ ആ ട്രെയിലറിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരാൾ. ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചു മമ്മൂട്ടിയാണെന്ന് വിചാരിച്ചു. മമ്മൂട്ടിയാണെങ്കിൽ പിന്നെയും നമുക്കൊരു അങ്ങനെ ഒരു ഗസ്റ്റ് റോൾ മമ്മൂട്ടി വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഒരു പവറായിരിക്കും. പക്ഷേ മോഹൻലാൽ അത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ മൊത്തം പവർ പോകുള്ളൂ. അതിൽ പൃഥ്വിരാജിൻ്റെ ഒരു പവറും ഈ പടത്തിൻ്റെ ഖലീഫയിൽ ഉണ്ടാവില്ല. അതായത് എല്ലാവരും മോഹൻലാലിനെ പൊക്കും. ജയിലർ സിനിമയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാണ്. കാരണം എല്ലാവരും മോഹൻലാലിനെ പൊക്കാൻ പോയപ്പോൾ തന്നെ വിനായകൻ എന്നൊരു നടൻ ടോപ്പായി. അതിൽ വിനായകനാണ് പടത്തിൽ ജയിലറിൽ എന്താ പറയുക മൊത്തം എന്താണ് ആ ക്രെഡിറ്റ് മൊത്തം കൊണ്ടുപോയത്. പക്ഷെ അതിലും ഈ പറഞ്ഞ ഈ രജനീകാന്തിൻ്റെ ഫാൻസ് ആയിക്കോട്ടെ ഒരു തള്ളൽ ഇല്ല. മൊത്തം നമ്മളെ മലയാളത്തിലെ ചില നടന്മാർ വെച്ചിട്ടാണ് തള്ളൽ. ഇപ്പം ഇത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ പടം വന്ന വരെ ഖലീഫ മോഹൻലാൽ ഗസ്റ്റ് റോൾ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇനി ഗമ പാടാൻ പോണേണ്. അപ്പോൾ ഈ ഖലീഫൻ്റെ ഈ പോസ്റ്ററിൻ്റെ ആ ഡിസൈൻ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അപ്പോൾ ഇത് ഗമയല്ല ഗൈസ്.